ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന മുട്ടച്ചോറ് കേട്ടോ. പല ഭാഗത്തും എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഓരോരോ പേരായിരിക്കും ഉണ്ടായിന്. അതിനായി 2 മീഡിയം സൈസ് സവോള നേർങ്ങനെ മുറിക്കുക, 2 പച്ചമുളക് മുറിച്ചെടുക്കാം. എന്നിട്ട് ചോറ് ഊറ്റിയിട്ട് വെക്കാം കേട്ടോ. അതിനിടയ്ക്ക് വെളിച്ചെണ്ണയിലാണ് വഴറ്റിയിട്ട് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഉള്ളിയും പച്ചമുളകിൻ്റെയും നല്ല പച്ച നിറം പോകുന്ന നേരം ഇങ്ങനെ വഴറ്റിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഫ്ലെയിം ലോയിലിട്ടാൽ മതി, അല്ലെങ്കിൽ കത്തിപ്പോകും. ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി 2 ചെറിയ തക്കാളിയും അരിഞ്ഞിട്ടിടാം കേട്ടോ. ഇതന്നെ എനിക്ക് ലൈവ് ഒന്ന് പ്രാന്ത്. അതിന് പിന്നെ തക്കാളി ചെറുങ്ങനെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇടാം കേട്ടോ. അത് നല്ലോണം മസാല ആകുന്ന വിധത്തിൽ തന്നെ വഴറ്റിയെടുക്കണം, ഇല്ലെങ്കിൽ ചോറിടുമ്പോൾ നമുക്ക് കഴിക്കാനൊരു പ്രയാസം പോലെ ഉണ്ടാവും കേട്ടോ. നല്ലോണം വഴറ്റിയെടുക്കണം. പിന്നെ അതിന് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ കുറച്ച് മല്ലിയില, കുറച്ച് കരിയാമ്പില, അതെല്ലാം അരിഞ്ഞിട്ട് തന്നെ വെക്കണം കേട്ടോ. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടില്ലെങ്കിൽ രണ്ടാമത് എടുക്കേണ്ട സമയത്ത് നമ്മളെ ഉള്ളിയെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ തക്കാളിയും സവോളയും പച്ചമുളകെല്ലാം നല്ലോണം വഴറ്റിയെടുത്തി. പിന്നെ പച്ച നിറം മാറി പിന്നെ അതിലേക്ക് ലേശം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതും ഹെഡാക്കാം കേട്ടോ. അതെല്ലാം ഹെഡാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം വഴറ്റിയെടുക്കണം. അപ്പോൾ അടിഭാഗത്ത് കത്തുന്നത് പോലെ കണ്ട അതെല്ലാം വഴറ്റിയിട്ട് ശരിയാക്കണം കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ് ഇടണം. ഞാൻ ഉപ്പിടുന്നത് വീഡിയോസ് എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അതിലേക്ക് ശേഷം കുറച്ച് സ്പീഡ് കുറച്ച് പിന്നെ അതിലേക്ക് വേണ്ട ഒരു മുട്ട കേട്ടോ. ഒറ്റൊരു മുട്ടയെ വേണ്ടു കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ച് ഒടിക്കണം. അത് എല്ലാ സ്ഥലത്തും ആകും കേട്ടോ. ഒരു മുട്ട എല്ലാ സ്ഥലത്തും വഴറ്റി പൊടിച്ച് പിന്നെ ഇതാക്കണം. അതിലേക്ക് പിന്നെ വേണ്ടത് മല്ലിച്ചപ്പ് കുറച്ച് വിതറി കൊടുക്കുക കേട്ടോ. അതും വിതറി കൊടുത്തിട്ട് ഫുള്ള് മിക്സാക്കിയിട്ട് എടുക്കണം. അടിഭാഗം മുതലേ മിക്സാക്കിയിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ തക്കാളി വേറെ തന്നെ നിൽക്കേണ്ട ഇതുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. അതെല്ലാം ആക്കി പിന്നെ അതിലേക്ക് ചോറ് ഊറ്റിയിട്ടത് തട്ടണം. ചോറ് ഊറ്റിയിട്ടത് തട്ടിയിട്ട് അതും എല്ലാം മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ. അതും ചോറും മിക്സാക്കിയിട്ട് എടുക്കണം. മക്കൾക്കെല്ലാം ഫുഡ് കഴിക്കാൻ മടിയിൽ മക്കൾക്കെല്ലാം ഇങ്ങനെ ആക്കി കൊടുത്താൽ മുട്ട ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴിച്ചോളും. നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. ഞാൻ ആദ്യം ഇങ്ങനെ വെറുതെ ഉണ്ടാക്കിയതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ എല്ലാം മിക്സാക്കിയിട്ട് അതിലേക്കും കുറച്ച് കാണാനൊരു സ്റ്റൈലിന് വേണ്ടി കുറച്ച് മല്ലിയില മുകളിലേക്കും വിതറി കൊടുക്കണം. മല്ലിയില പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് കറിയിൽ എല്ലാത്തിലും മല്ലിയില ഇടലുണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾക്ക് അതിൻ്റെ മണം ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം യോജിപ്പിച്ചിട്ട് തണിയാൻ വെക്കുക. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ ആക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ വരുന്ന